أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയ ഷർഹ് റാത്തിബുൽ ഹദ്ദാദ് ഗ്രൂപ്പിലെ പണ്ഡിതന്മാരെ, സഹപാഠികളെ, സുഹൃത്തുക്കളെ, 36ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഖദറിനെ കുറിച്ചുള്ള ചർച്ചയുടെ ബാക്കി. ഖുബ്ഹ് ളുൽമ് അഥവാ മോശമായതും അക്രമവും അനീതിക്കെന്ന് പറയുമല്ലോ, ഇത് രണ്ടും അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടാൻ പറ്റുമോ പറ്റൂലേ? അങ്ങനെ വന്നാൽ അള്ളാഹുവിന്റെ സിഫത്തിന് ന്യൂനതകൾ വരൂലേ? അങ്ങനെ നമുക്ക് വിശ്വാസമില്ലല്ലോ. എങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ച നമുക്ക് നോക്കാം. എന്താ മഹാന്മാര് പറയുന്നത് നോക്കട്ടെ. അമ്മൽ ഖുബ്ഹു വൽളുൽമു, അപ്പോൾ മോശമായതും അക്രമവും ഇത് രണ്ടും ഒരു വിശേഷണമാകുന്നു. ഫലാ യുളാഫാനി, അപ്പോൾ ഈ രണ്ട് വിശേഷണത്തെ ചേർക്കപ്പെടുകയില്ല. ഇലല്ലാഹി സുബ്ഹാനഹു വതആല, അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടൂല. കാരണം ലിഅന്നഹുമാ ഖുബ്ഹുൽ ളുൽമും ലാ യുതസവ്വറാനി ഫീ ഹഖ്ഖി അസ്സ വജല്ല, അള്ളാഹുവിന്റെ ഹക്കിൽ സംബന്ധിച്ചിടത്തോളം, അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കുന്നിടത്തോളം അള്ളാഹുവിന്റെ ഹക്കിൽ എന്ത് ളുൽമ് വരാനാ? അള്ളാഹുവിന്റെ ഹക്കിൽ എന്തും മോശം വരാനും അക്രമം വരാനും ഇല്ലല്ലോ. കാരണം ലിഅന്നൽ ഖബീഹ, ഖബീഹ് എന്ന് പറയുന്നത് വടക്കായത്, കമാ ഖാൽ ഇമാമുൽ ഗസ്സാലി, ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞതുപോലെ, ഖബീഹായത് മാ ലാ യുവാഫിഖുൽ വറള, വറളിനോട് യോജിക്കാത്തതാണ്. വറള് എന്ന് പറഞ്ഞാൽ ആവശ്യം, ആവശ്യത്തിനോട് യോജിക്കാത്തതാണ് ഖബീഹ് എങ്കിൽ. എത്രത്തോളം? ഹത്താ അന്നഹു ഖദ് യകൂനു ഷൈഉ ഖബീഹൻ ഇൻദ ശഖ്സിൻ ഹസനൻ ഇൻദ ഗൈരിഹി, ഒരാളുടെ അടുക്കൽ ഒരു വസ്തു മോശമാണെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ അടുക്കൽ അത് നന്നായിരിക്കും. അങ്ങനെ ഉണ്ടല്ലോ, ഒരാൾക്ക് മോശമായി തോന്നിയെങ്കിലും മറ്റൊരാളുടെ അടുക്കൽ അത് നല്ലതായി തോന്നും. അതുവരെയും ഉണ്ടാകുന്ന സംഗതി ഖബീഹ് ആവശ്യത്തിനോട് യോജിച്ചു വരുന്നില്ല എന്ന് വെക്കുക. ഇതാ വാഫഖ വറള അഹദിഹിമ ദൂനൽ ആഖരി, രണ്ടാൾക്കും ആവശ്യമുണ്ട് എങ്കിൽ ഒരാളുടെ ആവശ്യത്തിനോട് യോജിച്ചു വന്നാൽ ഹസനും, മറ്റൊരാളുടെ ആവശ്യത്തിന് യോജിച്ചു വന്നില്ല എന്ന് വെക്കുക, എന്നാ ഖബീഹുമാണ്. അല്ലേ? ഇങ്ങനെയാണ് എങ്കിൽ ഹത്താ ഖദ് യുസ്തഖ്ബഹു ഖത്ലു ശഖ്സി ഔലിയാഹു വയസ്തഹ്സിനുഹു അഅദാഉഹു. അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഒരു വ്യക്തി കൊന്നു, ഒരു വ്യക്തി തന്റെ കുടുംബത്തിൽപ്പെട്ട മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ ഭാര്യമാരെയും വെട്ടിക്കൊന്നു. ഇങ്ങനെ കൊല്ലുക എന്നുള്ളത് വടക്കായി എന്താവും? മോശമായിട്ട് എണ്ണപ്പെടും. അതേ സമയത്ത് അതേ പണി തന്നെ അവന്റെ ശത്രുക്കൾ അത് നന്നായി കാണുകയും ചെയ്യും. ഇവൻ ചെയ്ത പണി തിരക്കടില്ല, നല്ലതാണ് എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പുറത്തുണ്ടാവുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് വരിക. അപ്പോ വൈൻ ഉരീദ ബിൽ ഖബീഹ്, അപ്പോൾ ഖബീഹ് വടക്കായത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുകയാണെങ്കിൽ മാലാ യുവാഫിഖു ഗറദൽ ബാരി, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആവശ്യത്തിനോട് യോജിക്കാത്തതാണ് ഖബീ എന്ന് പറയണ്ടല്ലോ. അള്ളാഹുവിലേക്ക് ഖബീനെ ചേർക്കപ്പെടൂല എന്നല്ലേ വാദം? അങ്ങനെയാണ് എങ്കിൽ ഒരാളുടെ അടുക്കൽ ഖബീഹും മറ്റൊരാളുടെ അടുക്കൽ നല്ലതും ഒക്കെ പറഞ്ഞ് ഉദാഹരിച്ചുകൊണ്ട് പറയുകയാണ്, അള്ളാഹുവിന്റെ ആവശ്യത്തിനോട് യോജിക്കാത്തതാണ് ഖബീഹ് എങ്കിൽ അപ്പോ ഹാലുൻ, അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അസംഭവ്യമാണ്, ഉണ്ടാവാനേ പാടില്ല, ഖബീഹ് ഉണ്ടാവാനേ പാടില്ല. കാരണം എന്താ? ഇതില്ലാ വറളലഹു, അള്ളാഹു തആലക്ക് ഒരു ആവശ്യമില്ലല്ലോ. തൊത്തിനും അതിന്റെ ആവശ്യം അള്ളാഹ്ക്ക് ഇവിടെ ഒന്നും അള്ളാഹ്ക്ക് ആവശ്യമില്ല. ഇതൊക്കെ ഇങ്ങോട്ട് ജനങ്ങൾക്കും മറ്റ് സൃഷ്ടികൾക്കും ആവശ്യമായതാണ് എന്നല്ലാതെ അള്ളാഹ്ക്ക് ആവശ്യമുണ്ടായിട്ട് ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ അള്ളാഹുക്ക് ആവശ്യമുണ്ട് എന്ന് വരുമ്പോഴല്ലേ അള്ളാഹുവിന്റെ ആവശ്യത്തിനോട് എതിരാകുന്നത് ഖബീഹ് എന്ന് വരുന്നത്. ഫലാ യുതസവ്വറു മിൻഹു ഖബീഹുൻ, അപ്പൊ അള്ളാഹ്ക്ക് ആവശ്യമില്ലാതെ വെക്കുകയാണ് എങ്കിൽ അള്ളാഹുവിൽ നിന്ന് വടക്കായതും മോശമായതും തന്നെ മനസ്സിലാക്കാനേ കഴിയൂല.
ഏതുപോലെ കമാലാ യുതസവ്വറു മിൻഹു ളുൽമുൻ, അള്ളാഹുവിൽ നിന്ന് അക്രമം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ. എന്താ മനസ്സിലാക്കാൻ കഴിയാത്തത്? കഴിയൂല. ലി അന്നഹു മുതസന്നിഫു ഫീ മുൽക്കിഹി, അക്രമം എന്ന് പറഞ്ഞാൽ ഒരാളുടെ അധികാരത്തിൽ കൈകടത്തുക എന്നുള്ളതല്ലേ. അക്രമം എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ ഇതാണ് തന്റെ അധീനതയിൽ കൈകാര്യം നടത്തുക എന്നുള്ളതാണ്. തന്റെ അധീനതയിൽ കൈകാര്യം നടത്തുന്ന ഒരു വ്യക്തി ളുൽമി എന്ന് പറഞ്ഞാലോ അള്ളാഹുത്തേലയാണെങ്കിൽ അള്ളാന്റെ അധികാരത്തിൽ കൈകാര്യം നടത്തുന്ന ആളാ. ളുൽമി എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ അധികാരത്തിൽ കൈകടത്തുക എന്നുള്ളതാണ്. കാരണം അള്ളാഹു തആലാന്റെ പേരിൽ ളുൽമി എന്ന് പറഞ്ഞത് സംഭവിക്കാനേ പാടില്ല. ളുൽമ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ഹക്കിൽ പോയി അധീനതയിൽ അധികാരം നടത്തുക, അയാളെ പൊരുത്തമില്ലാതെ ആക്രമിച്ചുക ചെയ്യാന്ന് പറയൂലേ, ഇതാണ് അക്രമം. വാസ്തവത്തിൽ ഇവിടെ അള്ളാഹു തആല കൈകാര്യം ചെയ്ത് അള്ളാന്റെ അധീനതയിലുള്ളതാണ്. അള്ളാഹു അല്ലാത്തവർക്ക് ആരോടെ വിൽക്കുള്ളത്? അള്ളാഹു അല്ലാത്തവർക്ക് ഇവിടെ അധികാരമില്ലല്ലോ. അപ്പൊ അള്ളാഹു തആല ചെയ്തതൊക്കെ രീതിയല്ലേ. അപ്പൊ ളുൽമ് എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് ഉണ്ടാവാനേ പാടില്ല. മറ്റു ഒരാൾക്ക് ഇവിടെ അധികാരം നടത്തലില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൽ അധികാരം നടത്തുമ്പോ, അള്ളാഹു മറ്റൊരാളെ അധികാരം നടത്തുമ്പോ ളുൽമാവണമെങ്കിൽ അള്ളാഹു അല്ലാത്തവർക്ക് ഇവിടെ എവിടെ അധികാരമുള്ളത്? അള്ളാഹു മാത്രമല്ലേ കൈകാര്യം ചെയ്യുന്ന ആള്. നമ്മളൊക്കെ മജാസിയല്ലേ. ഹഖീഖിയായ രൂപത്തിൽ യഥാർത്ഥത്തിൽ അധികാരം ഉള്ളതും അധികാരം നടത്തുന്നതൊക്കെ അള്ളയാ. ഈ അള്ള അധികാരം നടത്തുമ്പോൾ എവിടെ ളുൽമി വരാനുള്ളത്? എവിടെ ഖബീഹ് വരാനുള്ളത്? അപ്പൊ ഇവിടെ ഖബീഹ് ളുൽമി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് ചേർക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് പരിശുദ്ധമാക്കാൻ വന്ന വാദത്തെ പൊളിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കണം. ഉറള് എന്ന് പറയുന്നത് അള്ളാഹ്ക്കില്ല. ഉറളുണ്ടെങ്കിലല്ലേ ഉറളിന് യോജിക്കാതെ വരുമ്പോഴേ ഖബീഹ കൊള്ളൂ. ളുൽമ് എന്ന് പറയുന്നത് അള്ളാഹ്ക്കില്ല. ളുൽമ് ഉണ്ടാവണമെങ്കിൽ അള്ളാഹ്ക്ക് ഉടമയില്ലാത്തതിൽ അള്ളാഹ് അധികാരം ചെയ്യണം. അതിന് അള്ളാഹ്ക്ക് ഉടമയില്ലാത്ത സംഗതിയുടെ അവിടെ ഉള്ളത് ഒക്കെ അള്ളാഹിന്റെ ഉടമയിൽപ്പെട്ടതാണ്. അപ്പൊ അള്ളാഹ് കൈകാര്യം ചെയ്ത രീതിയാണ് ളുൽമല്ല. ഇനി ഇവിടെ മറ്റു ഒരാളുടെ ഉദ്ദേശത്തിനോട് യോജിക്കാതെ അള്ളാഹിനെ വിട്ടു, അള്ളാഹ്ക്ക് ഉറന്നില്ലാന്ന് വെച്ചു. ഇനി അങ്ങനെയല്ല, മറ്റൊരാള് അള്ളയല്ലാത്തത്, അള്ളയല്ലാത്തവരുടെ ഒരു ഉദ്ദേശത്തിന് യോജിക്കാത്തതാണ് ഖബീഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എങ്കിൽ ഫലിമ കൊലുത്തും ഇന്നതാനിക്ക അലേക്ക് ബുഖാറും. പിന്നെ അപ്പൊ നിങ്ങള് അള്ളാന്റെ പേരിൽ അത് ബുഖാറാന്ന് പറഞ്ഞ് ഉത്തരക്കേണ്ട ആവശ്യത്തിനാ? അള്ളാഹ്ക്ക് അതില്ലല്ലേ, മറ്റൊരാളുടെ പേരിലല്ലേ, അതിവിടെ വാദകല്ലല്ലോ. അപ്പൊ നിങ്ങളുടെ വാദം പൊളിഞ്ഞു. വഹൽ ഹാദ ഇല്ലാ മുജറദ് തശക്കി, ഇതൊക്കെ എന്താ തിരിച്ചറിയാത്ത കുറെ പൊള്ളവാദം എന്നല്ലാതെ മറ്റെന്ത് പറയാനാ? ഇതിന് വല്ല കയമ്പൊന്നുമില്ല, സത്തയൊന്നുമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹഖിൽ ളുൽമ് എന്ന് പറയുന്ന ഒന്നുമില്ല, ഖുബ്ഹ് എന്ന് പറയുന്ന ഒന്നുമില്ല. അപ്പൊ അള്ളാഹുവിലേക്ക് ളുൽമിനെ ചേർക്കുക ഖുബ്ഹിനെ ചേർക്കുക എന്നുള്ള പ്രശ്നം ഇവിടെ വെറുതെ ഇല്ലല്ലോ, അതുണ്ടെങ്കിലല്ലേ. അപ്പൊ ആ വാദം പൊളിഞ്ഞു പോയി. ഇനി നമുക്ക് ഇവിടെ മനസ്സിലാക്കാനുള്ളത്, അഖൂലു, ഞാൻ പറയട്ടെ, ആര്? ഷാരിഹ് പറയാണ്, കൊല്ലി, ഈ പറഞ്ഞതോട് കൂടെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനുള്ളത് ഒന്ന്, രണ്ടും രണ്ട് പ്രയോഗമാണ്. ഒന്ന് അശറു ബിമശീഅത്തില്ല, മറ്റൊന്ന് അശറു ബിനല്ലാഹ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഇതിന്റെ ഫർഖ് ഇദ മൻ ലഹു ഫഹ്മുൻ വഗൗസുൻ അലൽ മആനി. ഇതിന്റെ ആശയ തലത്തിലേക്ക് ആയത്തിൽ ഇറങ്ങിച്ചെന്ന് ചിന്തിക്കാൻ കഴിവുള്ള തന്റെ ഇടമുള്ള ബുദ്ധിയുള്ള ആളുകൾക്ക് ഇതിന്റെ ഫർഖ് മനസ്സിലാവും. അല്ലാത്തവർക്ക് ഇതിന്റെ വ്യത്യാസം മനസ്സിലാവൂല. കാരണം ഫൈൻഹു സുബ്ഹാനഹു, അല്ലാഹു തആല പറഞ്ഞു ഫിൽ ആയത്തി, വിശുദ്ധ ഖുർആനിൽ, ഖുൽ കുല്ലും മിൻ ഇൻദില്ലാഹ്, ഖുൽ നബിയെ പറയണം, കുല്ലും മിൻ ഇൻദില്ലാഹ്, എല്ലാം അല്ലാഹുവിൽ നിന്നാണ്. ഇവിടെ ഇൻദില്ലാഹ് എന്ന് പറഞ്ഞു. അല്ലാഹ് എന്ത് പറഞ്ഞില്ല? വലം യഖുൽ മിനല്ലാഹ്, അല്ലാഹു തആല മിനല്ലാഹ് എന്ന് പറഞ്ഞില്ല. മനസ്സിലാക്കണം.
മിനല്ല എന്ന് പറയാതെ മിൻ ഇൻദില്ല എന്നല്ലേ അല്ല പറഞ്ഞത്? എന്താ ഇവിടെ ഉള്ളത്? ഇവിടെ ശരിക്ക് ചിന്തിക്കുകയാണെങ്കിൽ ചിന്തിക്കുന്നവർ പറഞ്ഞു ഖാല മുഹിയുദ്ദീൻ ബിനുൽ അറബി. മുഹിയുദ്ദീൻ ബിനുൽ അറബി എന്ന് പറയുന്ന ഒരു സൂഫിയാണ്, മാരിഫത്തിന്റെ ഇൽമൊക്കെ അറിയുന്ന മഹാന. അദ്ദേഹം പറഞ്ഞു ഫസല ബൈന മാ കാന മിനല്ലാഹി വമാ യകൂനു മിൻ ഇൻദിഹി. ഇവിടെ ഇതാണ് ഇതിന്റെ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഖുൽ കുല്ലു മിൻ ഇൻദില്ലാ എന്ന് അല്ലാഹു തആല പറയുമ്പോൾ മിനല്ലാ എന്ന് പറയാതെ അത് രണ്ടിന്റെയും ഇടയിൽ ഫർഖുണ്ട്. ഇവിടെ അതല്ല വിശദീകരിച്ച് തരികയാണ്. മിൻ ഇൻദില്ലാ എന്ന് പറയുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ് അർത്ഥം. മിനല്ലാ എന്നാകുമ്പോൾ ഉണ്ടായത് എന്നാണ്. അപ്പോ ഭാവിയെയും ഭൂതത്തെയും വകതിരിക്കുകയാണ് ചെയ്തത്. മിനല്ലാ എന്ന് പറയുമ്പോൾ മാക്കാരയായി എന്ന് പറഞ്ഞാൽ ഉണ്ടായത്, മിൻ ഇൻദില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത്. ഇങ്ങനൊരു വ്യത്യാസം അവിടെ മനസ്സിലാക്കിയെടുക്കാം. ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാകൂല. നല്ലോണം ചിന്തിക്കുവാനും തന്റെ അടുത്തോടുകൂടെ കൈകാര്യം ചെയ്യാനുള്ള വിവേകമുള്ള അഗാധ ജ്ഞാനം നേടിയ പണ്ഡിതന്മാർക്ക് ഇത് കഴിയും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അത് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ അശ്ശറു ബശീഅത്തില്ലെങ്കിലും അശ്ശറു മിനല്ലാഹ് എന്ന് പറഞ്ഞ മാറ്റമുണ്ട് എന്ന് മനസ്സിലാക്കാം. وأما احتجاج القدرية الذين هم مجوس هذه الأمة. അപ്പൊ നമുക്കിവിടെ ഖദരിയാക്കൾ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അവരാണെങ്കിൽ ഈ സമൂഹത്തിലെ മജൂസിയാക്കളാണ്, അഗ്നി ആരാധകർക്ക് തുല്യമാണ് ഇവർ. അങ്ങനെ കമാ വറദ ഫിൽ ഹദീസി, ഹദീസിൽ വന്നിട്ടുണ്ട് ഈ സമുദായത്തിലെ മജൂസിയാക്കളാണ് ഖദരിയാക്കൾ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലാതെ ഞാൻ എന്റെ അഭിപ്രായം പറയുകയാണ് എന്ന് തോന്നിപ്പോകരുത്. അതിനാണ് കമാ വറദ ഫിൽ ഹദീസി എന്ന് ഷാരിയെ കൊടുത്തത്. എന്നിട്ട് പറയുന്നു ഖദരിയാക്കൾ ലക്ഷ്യം പിടിക്കുന്നു. എന്തുകൊണ്ട്? ബിമാ വറദ ഫി ദുആഇഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി തങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന ഹദീസിൽ കാണാം. ആ ഹദീസിൽ ഉള്ള പ്രാർത്ഥന ഉള്ളത് എന്താ? വശർറു ലൈസ ഇലൈക എന്ന, വശർറു ലൈസ ഇലൈക എന്നൊരു പദപ്രയോഗം നബിയുടെ പ്രാർത്ഥനയിൽ വന്നിട്ടുണ്ട്. ഇത് പിടിച്ചുകൊണ്ടാണ് ഖദരിയാക്കൾ ലക്ഷ്യം വെക്കുന്നത്. ഷർറ് നിന്നിലേക്ക് ഇല്ല എന്നല്ലേ ഇപ്പൊ അതിന്റെ അർത്ഥം. അപ്പൊ ഷർറ് അള്ളാഹുവിലേക്ക് ഇല്ല. ഇത് വെച്ചുകൊണ്ടാണ് ഖദരിയാക്കൾ ലക്ഷ്യം പറയാറുള്ളത്. എങ്കിൽ ഇതിന് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് മറുപടി പറയണല്ലോ. എന്നാൽ മഹാന്മാരിൽ വലിയൊരു മഹാനല്ലേ, നല്ല ധീരയോദ്ധാവും ഗജവീരനുമായ ഇമാം നബവി റളിയല്ലാഹു തആല തന്നെ ഉത്തരം പറയട്ടെ. ഫഖദ് അജാബൻ നബവിയ്യു റഹ്മഹുല്ലാഹ്, മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നു ഫിൽ അദ്കാരി, തന്റെ അദ്കാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വഖാല, മഹാൻ പറയുന്നു വഅമ്മ ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വശർറു ലൈസ ഇലൈക, വശർറു ലൈസ ഇലൈക എന്ന് പറഞ്ഞ വാക്ക് ഖദരിയാക്കളെ നിങ്ങൾക്കത് ലക്ഷ്യമല്ല, നിങ്ങൾക്കതിന്റെ ആശയം മനസ്സിലായിട്ടില്ല, മനസ്സിലാക്കി തരികയാണ്. ഇത് പിടിച്ചുകൊണ്ടൊന്നും ജനങ്ങൾ സ്വീപ്പാക്കാൻ വരണ്ട. ഫഅല, അറിയണം നീ, അന്ന മദ്ഹബ് അഹ്ലിൽ ഹഖ്, ഹക്കിന്റെ അഹ്ലുകാരുടെ മദ്ഹബ്, മിനൽ മുഹദ്ദിസീന, ഹക്കുകാരാരൊക്കെ പെടും? ഹദീസിന്റെ പണ്ഡിതന്മാർ, വൽ ഫുഖഹാഇ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, വൽ മുതകല്ലിമീന, തർക്കശാസ്ത്രപരമായി വിശ്വാസത്തിൽ സംസാരിക്കുന്ന പണ്ഡിതന്മാര്, അതൊക്കെ ആരൊക്കെ പെടും? മിന സ്വഹാബത്തി വത്താബിഈന, സ്വഹാബാക്കൾ, അവർക്ക് പിൻപറ്റിപ്പോന്ന താബിഈകൾ, അവർക്ക് ശേഷമുള്ള മറ്റു മുസ്ലിം പണ്ഡിതന്മാർ, ഇവരൊക്കെ കൂടിയവരാണ് ഹക്കിന്റെ അഹ്ലുകാർ. ഈ ഹക്കിന്റെ അഹ്ലുകാർ മദ്ഹബ് എന്താണ്? വശർറു ലൈസ ഇലൈക എന്ന് പറഞ്ഞാല് അന്ന ജമീഅൽ കായിനാത്തി, എല്ലാ ഉണ്ടാകുന്ന കാര്യങ്ങളും എന്ന് വെച്ചാൽ ഖൈറഹ വ ശർറഹ, അതിൽ നല്ലതുണ്ട് തിന്മയുമുണ്ട്, വനഫഅഹ വളറഹ വനഫഅഹ വളറഹ, അതിൽ ഉപകാരമുള്ളതുണ്ട് ഉപദ്രവമുള്ളതുമുണ്ട്. ഈ പറയുന്നത് മുഴുവനും കുല്ലുഹാ മിനല്ലാഹി സുബ്ഹാനഹു വ തആല, അത് മുഴുവനും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതാണ് ഹക്കിന്റെ മദ്ഹബിന്റെ, ഹക്കിന്റെ അഹ്ലുകാരുടെ മദ്ഹബ്. വബി ഇറാദത്തി, അള്ളാഹുവിന്റെ ഇറാദത്ത് കൊണ്ടും ഉണ്ടാകുന്നതാണ്. ഇപ്പൊ തഖ്ദീരി, അള്ളാഹുവിന്റെ കണക്കാക്കൽ കൊണ്ടും ഉണ്ടാകുന്നതാണ്. ഇതാണ് അഹ്ലുൽ ഹക്കിന്റെ മദ്ഹബ് എങ്കിൽ, വഇദാ സബത ഹാദാ, ഇതാണ് സ്ഥിരപ്പെട്ടത് എങ്കിൽ, ഫലാ ബുദ്ദ മിൻ തഅ്വീലി ഹാദൽ ഹദീസി, അപ്പോ വശർറു ലൈസ ഇലൈക എന്ന് പറയുന്നത്
ഹക്കിന്റെ അഗ്രകാര മദ്ഹബിന് എതിരാണെന്ന് തോന്നിപ്പോകൂല. ഇല്ല, അത് തോന്നുകയില്ല. ആ ഹദീസിനത് വ്യാഖ്യാനിക്കാറുണ്ട്. അത് വ്യാഖ്യാതാക്കൾ ശരിക്കും വ്യാഖ്യാനിക്കുന്നുണ്ട്. നോക്കുക, എന്ന് പറയുന്ന ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാര് അതിന് 4 മറുപടി നൽകിയിട്ടുണ്ട്. ആ 4 മറുപടി ഇവിടെ പ്രസക്തമാണ് എന്നാണ് ഇമാം നബി റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്. ഷാരിഹ് ഉദ്ധരിക്കുകയാണ്. എന്താ ഒന്ന്? അൽ അവ്വലു, ഒന്നാമത്തെ മറുപടി, വഹുവ മാ ഖാലഹു നളർ ബിൻ ശുബൈൽ. നളർ ബിൻ ശുബൈൽ എന്ന് പറയുന്ന മഹാൻ പറഞ്ഞ വാക്കാണ്. വൽ അഇമ്മത്തു ബഅദഹു, മഹാനവറുകൾക്ക് ശേഷമുള്ള ഇമാമികൾ പറഞ്ഞ വാക്കാണ്. എന്ത്? വശർറു ലാ യുതഖറബു ബിഹി ഇലൈക. വശർറു ലൈസ ഇലൈക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഷർറ് കൊണ്ട് നിന്നിലേക്ക് അടുക്കപ്പെടാൻ കഴിയൂല, ഷർറ് കൊണ്ട് നിന്നിലേക്ക് അടുക്കാൻ പറ്റൂല എന്നാണ് വശർറു ലൈസ ഇലൈക എന്നതിന്റെ ഒരു മറുപടി. ഇത് രണ്ടാമത്തെ മറുപടി. അസ്സാനി ലാ യസ്അദു ഇലൈക, ഷർറ് നിന്നിലേക്ക് കേറി വരൂല. ഇന്നമാ യസ്അദു ഇലൈക്കൽ കലിമു ത്വയ്യിബു, പരിശുദ്ധമായ നല്ല വചനമേ നിന്നിലേക്ക് കേറി വരികയുള്ളൂ. അത് ഖുർആനിലുണ്ടല്ലോ. ഷർറ് നിന്നിലേക്ക് വരൂല എന്നൊരു മറുപടി. അശ്വഷർറു ലൈസ ഇലൈക എന്നതിന്റെ രണ്ടാമത്തെ മറുപടി. എന്തായാലും മൂന്നാമത്തെ മറുപടി, ലാ യുളാഫു ഇലൈക അദബൻ വശർറു ലൈസ ഇലൈക എന്ന് പറഞ്ഞാൽ മര്യാദ വെച്ച് നോക്കുമ്പോ നീ വലിയവനാണ്, രാജാവാണ്, അള്ളയാണ് എന്ന് വെക്കുമ്പോൾ നിന്നിലേക്ക് ഷർറ് ചേർക്കപ്പെടാൻ പറ്റൂല മര്യാദ പ്രകാരം. വലാ യുഖാലു, പറയപ്പെടൂല, യാ ഖാലിക ശർരി, ഷർറിനെ സൃഷ്ടിച്ചവരെ എന്ന് പറയപ്പെടൂല മര്യാദ വെച്ചുകൊണ്ട്. കമാ ലാ യുഖാലു യാ ഖാലിഖൽ ഖനാസീരി, പന്തികളെ സൃഷ്ടിച്ചവരെ എന്ന് പറയപ്പെടാത്തതുപോലെ ഷർറ് സൃഷ്ടിച്ചവരെ എന്ന് പറയപ്പെടൂല, സൃഷ്ടിക്കാത്തത് കൊണ്ടല്ല. വൈകാര ഖാലിഖഹ, പന്തികളെ സൃഷ്ടിച്ചത് അള്ളയാണെങ്കിൽ പോലും പന്തികളിലേക്ക് ചേർത്തിക്കൊണ്ട് സൃഷ്ടാവെന്ന് വിളിക്കാറില്ല. ഷർറ് സൃഷ്ടിച്ചത് അള്ളയാണ് എങ്കിലും ഷർറ് സൃഷ്ടിച്ച സൃഷ്ടാവേ എന്ന് വിളിക്കപ്പെടൂല. എന്തുകൊണ്ട്? തെറ്റുണ്ടായിട്ടല്ല, മോശമുണ്ടായിട്ടുമല്ല, മര്യാദ വെച്ച് നോക്കുമ്പോ അങ്ങനെ വിളിക്കൂല. ഇതിനൊരു മറുപടി. അതാണ് വശർറു ലൈസ ഇലൈക എന്ന് മൂന്നാമത്തെ മറുപടിക്ക് വ്യാഖ്യാനം. ഇനി നാലാമത് നോക്കാം. നാലാമതായി പറയാനുള്ളത് ലൈസ ശർറു ബിനിസ്ബതി ഇലൈക വഇലാ ഹിക്മതിക ഫഇന്നക ലാ തഖ്ലുഖു ഷൈഅൻ അബസ എന്നാണ് അർത്ഥം. നിന്നിലേക്ക് അല്ല ഷർറ് എന്ന് പറഞ്ഞാൽ ഷർറിനെ നിന്നെ കൊള്ളയോ നിന്റെ ഹിക്മത്തിലേക്കോ ചേർക്കുകയില്ല. ഫഇന്നക, നിശ്ചയമായിട്ടും നീ, ലാ തഖ്ലുഖു ഷൈഅൻ, ഒരു വസ്തുവിനെ സൃഷ്ടിക്കുന്നില്ല, അബസൻ, വെറുതെ. അപ്പൊ സൃഷ്ടിക്കുന്നതിലൊക്കെ ഹിക്മത്തുണ്ട്, വെറുതെ ഒന്നും സൃഷ്ടിക്കുന്നില്ല. അവ ഷർറ് നിന്നിലേക്ക് ചേർത്തി പറയൂല, ഹിക്മത്തിലേക്ക് ചേർത്തി പറയൂല എന്നുള്ളതാണ് വശർറു ലൈസ ഇലൈക എന്നതിന്റെ അർത്ഥം. എന്നിങ്ങനെ 4 വിധത്തിലൂടെ മറുപടിയായി ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പറഞ്ഞതായി നമ്മുടെ ഇമാം നബവി റളിയല്ലാഹു തആല പറഞ്ഞ കഥ ബഹുമാനപ്പെട്ട ഹബീബ് അൻവരി ഈ ശറഹിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഇങ്ങനെയാണ് വശർറു ലൈസ ഇലൈക എന്നതുകൊണ്ട് വിശ്വസിക്കേണ്ടത് എന്ന്. അല്ലാതെ നിങ്ങൾ അത് പിടിച്ചുകൊണ്ട് ഖദരിയാക്കളെ നിങ്ങൾക്ക് അതൊരു തെളിവാക്കാൻ ന്യായം അതിനില്ല, നിങ്ങളുടെ വാദം ഇതോടുകൂടെ പൊളിഞ്ഞു പോയി എന്ന് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നു. ഇന്നഹ കലാമുൻ നബവി റഹ്മഹുല്ലാഹ്, ഇമാം നബി പറഞ്ഞ വാക്ക് ഇവിടെ അവസാനിച്ചു. ഈ രൂപത്തിലൂടെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഹദീസിൽ കണ്ടിട്ടുണ്ട് എങ്കിൽ വ്യാഖ്യാനിക്കേണ്ടതെന്ന് പണ്ഡിതന്മാരെ നമ്മൾ ഓർക്കുക. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ജനങ്ങൾ വരുമ്പോൾ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതും ഇങ്ങനെ തന്നെയാണ്. ഒക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ്, മര്യാദ വെച്ച് നോക്കുമ്പോൾ പറയൂല എന്നൊക്കെ ഈ 4 മറുപടി കൊടുത്താൽ അവിടെ ആ സംശയം തീരും. അപ്പൊ ഖദരിയാക്കൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, മുഅ്തസിലിയാക്കൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അത് ഹദീസല്ലേ, നബി കളവ് പറയുമ്പോ എന്നൊക്കെ സംശയം വരുമല്ലോ. ഇങ്ങനെ സംശയം ഉണ്ടാക്കാതിരിക്കുവാനാണ് ഈ മറുപടി. ഇനി വിശദീകരിക്കട്ടെ. എന്താ വിശദീകരണം? ഫള്ളർ, നീ ഒന്ന് ആലോചിക്കണോ, കൈഫൽ തറ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തി ഇലാ തഅ്ബീലി ഹാദൽ ഹദീസി, ഈ പറഞ്ഞ ഹദീസിലേക്കുള്ള വ്യാഖ്യാനം ഉണ്ടല്ലോ, ഈ വ്യാഖ്യാനം നൽകാൻ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തി എത്ര വളരെ ബുദ്ധിമുട്ടി. എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിയെന്ന് ആലോചിച്ച് നോക്കാം. എന്തിന്? നേരെ അർത്ഥം കൊടുത്തുകൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസം വികലമാക്കാനും നിഷ്പ്രയാസം തള്ളിക്കളയാൻ എളുപ്പാ. അതല്ല വേണ്ടത്.
അള്ളാഹുവിനുള്ള വിശ്വാസം ഊട്ടിയറപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇത്തരം പദങ്ങൾ കാണുമ്പോൾ അതിന് വെക്കേണ്ട മറുപടി ഇങ്ങനെയാണ് എന്നും റസൂലുള്ള കളവ് പറഞ്ഞതല്ല എന്നും യഥാർത്ഥമാണ് എന്നും അതിന്റെ അർത്ഥം ഇങ്ങനെയൊക്കെയാണ് വെക്കേണ്ടതെന്നും അറിവുള്ളവർ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് പറഞ്ഞു തന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി നോക്കുക. എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെട്ടത്? വിദഗ്ധകാരായ ഖദരിയാക്കൾ മുഅ്തസിലത്ത് പോലത്തെ വിദണ്ഡവാദങ്ങൾ നൂതന വാദങ്ങൾ ഉണ്ടാക്കി ഹദീസിലേക്ക് ദുർവ്യാഖ്യാനം ചെയ്ത് ദുർബല ജനങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി ദുർബലം പിടിച്ച ആയുധവുമായി വരുമ്പോൾ ഇത്തരം ആയുധം ഇവിടെ പ്രയോഗിക്കാൻ പറ്റുകയില്ല, അത് തെളിവാക്കാൻ പറ്റുകയില്ല, അത് നിങ്ങൾക്ക് എതിരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല ഇതിന്റെ അർത്ഥം എന്നും യഥാർത്ഥ അറബി ഭാഷ മനസ്സിലാക്കിയാൽ ഇതിന്റെ അർത്ഥം തിരിയുമെന്നുമൊക്കെ സുന്നത്തിന്റെ ജമാഅത്തിന്റെ അഹിലുകാർ മനസ്സിലാക്കി കൊടുത്ത് അവരെ മുട്ടുമടക്കിക്കുകയാണ് ചെയ്യുന്നത്. അവർക്കൊരു തെളിവും ഇതിനില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെയാ ഇമാം നബവി റളിയല്ലാഹു അൻഹു സഹിയാക്കുക? മാ ഖാലഹു നളർ ബിൻ ശുമൈലും അതുപോലെ മഹാനവറുകൾക്ക് ശേഷം വന്ന അയിമ്മത്തും പറഞ്ഞ വാദത്തെ അതിന്റെ വ്യാഖ്യാനത്തെ എങ്ങനെ ശരിയാക്കി ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയും? അപ്പൊ ഇമാം നബവി റളിയല്ലാഹു അൻഹു അറിവില്ലാത്ത ആളല്ലല്ലോ. ബിദ്അത്തുകാരെ, നിങ്ങൾക്കറിയൂലേ ഇമാം നബവിയെ കുറിച്ച്? ആ ഇമാം നബവി റളിയല്ലാഹു അൻഹു ആണ് വശർറു ലൈസ ഇലൈക എന്നതിനെ ഒന്നാമതായി വ്യാഖ്യാനിച്ച ആ വ്യാഖ്യാനം അംഗീകരിച്ചു കൊണ്ടുവന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ വ്യാഖ്യാനവും നാലാമത്തെ വ്യാഖ്യാനവും ആ ഒന്നിൽപ്പെടുന്നതുമാണ്. പിന്നെ ഇവിടെ നമുക്ക് പറയാനുള്ളത് മൂന്നാമത്തെ ഒരു വ്യാഖ്യാനമുണ്ട്. അപ്പോൾ മൂന്നാമത്തത് ഇത് രണ്ടിന്റെയും മുമ്പ് പറഞ്ഞ രണ്ട് കൗലുണ്ട്. ആ രണ്ട് കൗലിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ മൂന്നാമത് പറഞ്ഞ ഈ അഭിപ്രായം ദുർബലമാണ്. അതായത് രണ്ട് കൗലെ, ഒന്നാമത്തെ കൗല് ഏതാണെന്നറിയാമോ? ഷെറ് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കപ്പെടുകയില്ല, ഷെറ് അള്ളാഹുവിലേക്ക് കയറുകയില്ല എന്നുള്ളതാണ് രണ്ട് കൗല്. ഈ രണ്ട് കൗലിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ മൂന്നാമത് പറഞ്ഞത് വളരെ ദുർബലമാണ് എന്നേ പറയാനുള്ളൂ. അതിന്റെ ശേഷം പറഞ്ഞ നാലാമത്തെ കൗലിൽ ചേർത്ത് നോക്കുമ്പോൾ മൂന്നാമത്തെ ദുർബലം, ബാക്കി മൂന്ന് നമുക്ക് എടുക്കാം. ഏറ്റവും പ്രയോഗമായതും ഏറ്റവും പ്രയാസം ഇല്ലാതെ മനസ്സിലാക്കുവാനും വിശ്വാസം ശരിയാക്കുവാനും നല്ലത് 1, 2, 4 എടുക്കലാകുന്നു. ഇതൊക്കെയാണ് മഹാനവർ വിശദീകരിച്ച് തരുന്നത്. കമാ അശാറൻ നബവിയു റഹ്മഹുമുല്ലാ, ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചതുപോലെ. എന്തുകൊണ്ട്? ഖൗലിഹി, മഹാനവരുടെ വാക്കുകൊണ്ട്. എവിടെ? ഫിൽ അവ്വലി, ആദ്യത്തതിൽ. ഇന്നഹുൽ അശ്ഹറു, അതാണ് ഏറ്റവും പ്രചാരമുള്ളത്. ഏത്? ഷർറ് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കപ്പെടുകയില്ല എന്നൊരു വ്യാഖ്യാനം ആദ്യം പറഞ്ഞല്ലോ, അതാണ് അഷ്ഹർ എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടാമത്തതും നാലാമത്തതും ഒന്നിൽ പെടുകയും മൂന്നാമത്തത് അത് രണ്ടിന്റെ മുമ്പുള്ള കൗലിലേക്കും ശേഷമുള്ള കൗലിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ മൂന്നാമത്തത് ദുർബലമാണെന്നും മനസ്സിലാവും. എന്നിട്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇമാമികൾ പറഞ്ഞു എന്ന് പറഞ്ഞു അതിലേക്ക് ചേർത്തല്ലോ ഇമാമികളിലേക്ക്. അള്ളാഹുവിലേക്ക് സെറ് ചേർത്തി പറയാമെന്നുള്ളത് മുമ്പ് ഉദാഹരണത്തിൽ പറഞ്ഞതുമാണല്ലോ. അത് ജായിസാണെന്നും നമ്മൾ പറഞ്ഞതല്ലേ. ഇതൊക്കെ വെക്കുമ്പോ പിന്നെ മൂന്നാമത്തെ കൗല് ദുർബലമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് ശരിയാണെന്ന സങ്കല്പപ്രകാരവും അത് ഔലവിയത്തുമാണ്, ഏറ്റവും നല്ലതുമാണ് എന്ന സങ്കല്പപ്രകാരം ചേർത്തി തരിപ്പിച്ച് പറയൽ എന്നതുകൊണ്ട് പ്രത്യേകമായതാണ്. എങ്കിൽ റാത്തിബിൽ എന്തില്ല? ഹദ്ദാദ് റാത്തിബിൽ ഇഫ്രാദില്ല. അള്ളാഹു തആല ഹദീസിൽ അള്ളാഹു വിശുദ്ധമായ ഖുർആനിലൂടെ ചേർത്തി പറഞ്ഞിട്ടുള്ളത് ഇഫ്രാദായിട്ട്. അതുപോലെ ഹദീസിലും കാണാം അത് പ്രത്യേകമായി വന്നത് ഇഫ്രാദിലേക്കാണ്. അത് മാത്രം ചേർത്തി പറയുക എന്നതിനോടത്തേക്കാണെന്ന് വെക്കുക. അതേ സമയത്ത് ഹദ്ദാദ് റാത്തിബിൽ ഇഫ്രാദില്ല. അൽ ഖൈറു വശർറു ബിമശീഅത്തില്ല എന്ന് ഇഫ്രാദില്ലാതെ കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുകയല്ലേ. ബൽ ഹിയ മഖ്റൂനത്തുൻ ബിനിസ്ബത്തിൽ ഖൈരി. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്?
ഷെറിനെ ഖൈറിനോട് കൂട്ടി ചേർത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ അദ്ദാദ് റാത്തീബില് രണ്ടും ഒരുമിച്ച് പറഞ്ഞു. യാ ഖാലിഖ ഷർറി എന്ന് പറയുന്നൊരു കുഴപ്പപ്പോൾ ഇല്ലതാനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ നമ്മുടെ ഷാരിഖിന്റെ മുസന്നിഫ് എന്താക്കി, ഷാരിഖ് എന്താക്കി, എല്ലാം റെഡിയാക്കി തന്നു. നമ്മുടെ ഷറഹിന്റെ മുസന്നിഫ് ഇവിടെ കുഴപ്പമില്ല. ഇത് കേവലം നമ്മുടെ പണ്ഡിതന്മാര് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇത്രയും വിശദീകരണം മഹാനവറുകൾ ചെയ്തത്. നാടന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കുഴപ്പമില്ല. ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നവർ വിശ്വസിച്ചു കഴിഞ്ഞാൽ വിഷയം തോന്നുന്നു. ഇതൊക്കെ തന്നെ നമുക്ക് വിശ്വസിക്കാനുള്ളൂ. പിന്നെ വളരെ വിദഗ്ധകാര് വന്നുകൊണ്ട് വികലമാക്കുമ്പോൾ നാടന്മാരുടെ ഈമാൻ പോവാതിരിക്കുവാൻ ഇങ്ങനെല്ലാം അർത്ഥമുണ്ട് എന്ന് വിശ്വാസം ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടി കൂടിയാണ് ഈ വിശദീകരണം കൊണ്ടുവരുന്നത്. അനിൽ ഇമാമിൽ ഗസാലി, നമ്മുടെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ എന്ത്, അന്നദാലിക യകൂനു സിഫത മദ്ഹിൻ ലാ സിഫത ദബ്ബ്. നമ്മൾ രണ്ടും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുമ്പോൾ മദ്ഹിന്റെ സിഫത്താണ്, ദബ്ബിന്റെ സിഫത്തല്ല. അവിടെ പറഞ്ഞല്ല യാ മുദില്ലു എന്ന് പറയൂല ഒറ്റക്ക്, പിന്നെന്താ പറയാ യാ മുദില്ലു യാ മുഈസു എന്ന് കൂട്ടി പറയും. അപ്പൊ മദ്ഹിന്റെ സിഫത്തായല്ലോ, പുകഴ്ത്തുക എന്നൊരു സിഫത്തായി മാറിയല്ലോ, ആക്ഷേപിക്കുന്ന സിഫത്തായി വരൂല എന്ന് മുമ്പത്തെ പേജിലൂടെ ക്ലാസ്സിലൂടെ നമ്മൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുദ്ധരിച്ച് പറഞ്ഞതാണല്ലോ. ഫള്ളുറുഹ്, ഇനി അവിടെ നോക്കിക്കോ, നബവി, ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കോടുകൂടെ അത് ചിന്തിക്ക്. എന്താ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നത്, ലാ യുളാഫു ഇലൈക അദബൻ, മര്യാദ എന്ന നിലപാടിലൂടെ അള്ളാഹുവിലേക്ക് ഷർറ് ചേർക്കപ്പെടൂല. വലം യഖുൽ, മഹാൻ പറഞ്ഞിട്ടില്ല ലാ യജൂസു, അത് പറയൽ ജായിസാവൂല എന്ന് പറഞ്ഞിട്ടില്ല. മര്യാദ വെച്ചിട്ട് ചേർക്കൂല എന്നുള്ളൂ, അല്ലാതെ യാ ഖാലിഖൽ ബസർ എന്ന് പറയുന്നതിന് കുഴപ്പമൊന്നും അവിടെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് മനസ്സിലാക്കിക്കോ. ഇങ്ങനെ വരുമ്പോൾ ഇതൊക്കെ നീ ചിന്തിക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും, താരിഫ്, നീ അറിയും, ഷത്തുകൾ ഖദരിയത്തി. ഇത്രയും പേജില് വരികളിലൂടെ നമ്മൾ സംസാരിച്ചത് ഈ ഖദരിയത്ത് ലൈസയിലേക്ക എന്ന റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയുടെ തിരുവഴുത്തുകൊണ്ട് വ്യാഖ്യാനിച്ചു ദുർവ്യാഖ്യാനം. ഈ ദുർവ്യാഖ്യാനം കൊണ്ടുവന്നപ്പോൾ അത് അപകടമാണ്, അവർ ചിന്തിച്ചത് പിഴമാണ് എന്ന് വിശദീകരിച്ചപ്പോൾ ഇത്രയെല്ലാം വിശദീകരണം നീ മനസ്സിലാക്കുമ്പോൾ നിനക്ക് തിരിയും ഖദരിയാക്കളുടെ പൊള്ളത്തരം എന്താണ് നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, നായകളെയും പന്നികളെയും സൃഷ്ടിച്ച സൃഷ്ടാവേ എന്നതിനോട് ഷർറിനെ സൃഷ്ടിച്ചവരെ എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് ഖിയാസാക്കാൻ പറ്റൂല. കാരണം യാ ഖാലിഖൽ ഖനാസീരി വൽ കിലാബി എന്ന് പറയാൻ പറ്റൂല എന്ന് വരുമ്പോൾ യാ ഖാലിഖ് ഷർറി എന്നും പറയാൻ പറ്റൂല എന്നല്ലേ വരേണ്ടത്. മര്യാദക്കേടായി സംസ്കാരത്തിന് കേടായി വരുന്ന ഒന്നും തന്നെ പറയാൻ പാടില്ല എന്നുള്ളതല്ലേ. അത്തരം കാര്യങ്ങളോട് ചേർത്തുകൊണ്ട് യാ ഖാലിഖ ഷർറി എന്ന് പറയാൻ പാടില്ല എന്ന് വരൂലേ. അങ്ങനെ ഖിയാസാക്കണ്ട. കാരണം നിശ്ചയമായിട്ടും വിശുദ്ധമായിരിക്കുന്ന ഖുർആനിൽ യാ ഖാലിഖൽ ഖനാസീരി വൽ കിലാബി പോലത്തത് വന്നിട്ടില്ല. മഹാനായ നബിയുടെ തിരുമൊഴികളിലൂടെയോ അവിടുത്തെ പ്രാർത്ഥനകളിലോ ഇങ്ങനെ വന്നിട്ടില്ല. വലാബി അഖായിദി അഹ്ലുസുന്നത്തി, അഹ്ലുസുന്നത്തിന്റെ വിശ്വാസങ്ങളിലും ഇങ്ങനെ വന്നിട്ടില്ല. വലാബി ഷൈഇൻ മിൻ ഔറാദി സ്വാലിഹീന, സാലിഹീകളായ ആളുകൾ കൊണ്ടുവരുന്ന ദിക്റുകളും വിർദുകളും അതിലൊന്നും ഇത് വന്നിട്ടില്ല. എന്തിനെതിരായി? ബിഖിലാഫി നിസ്ബത്തി ഷർറ്, ഷർറിനെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞതിനെതിരായിട്ട്. അപ്പൊ യാ ഖാലിഖൽ ഖനാസീർ വൽ കിലാബി, അത് കിലാബി പോലത്തതൊന്നും ഹദീസിലോ ഖുർആനിലോ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങളിലോ നബിയുടെ പ്രാർത്ഥനകളിലോ മറ്റു സാലിയുടെ ദിക്റുകളിലോ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് പറയാൻ പറ്റൂല. നേരെ മറിച്ച് യാ ഖാലിഖ് ഷർറ് വന്നിട്ടുണ്ട്. ഷർറിനെ അള്ളാഹുലേക്ക് ചേർത്തുകൊണ്ട് ഒരുപാട് ഹദീസ് വന്നിട്ടുണ്ടല്ലോ, പ്രാർത്ഥനയും വന്നിട്ടുണ്ടല്ലോ. കമാ അശർനാ ഇലാ ദിക്രി ശൈഇൻ മിൻ ദാലിക വിഹാദൻ നഖലി, നമ്മൾ ഈ കാര്യങ്ങളുടെ ഉദ്ധരിക്കുന്ന കാര്യത്തിൽ മുമ്പ് ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് സൂചന നൽകിയിട്ടുണ്ടല്ലോ വ്യക്തമായിട്ട്. അവിടെ യാ ഖാലിഖൽ ബശരി എന്ന് പറയും തെറ്റില്ല എന്ന് ഹദീസിൽ കാണാം.
നേരെ മറിച്ച് യാ ഖാലിഖൽ ഖനാസീരി വൽ കിലാബി, കിലാബി പോലത്തെ പദങ്ങൾ എവിടെയും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ടത് പറയാൻ പറ്റില്ല എന്ന് നമ്മൾ പറയും. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഖദറിലുള്ളതായ വിശ്വാസങ്ങളും അതോടൊപ്പം അതിൽ ഉപയോഗിക്കുന്ന പദങ്ങളെ കുറിച്ചും അതിൽ വന്നതായിരിക്കുന്ന പദങ്ങളുടെ വ്യാഖ്യാനവുമാണ് ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചത്. ഇവിടെ എവിടെയും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനോ പണ്ഡിതന്മാർക്കോ പിഴച്ചിട്ടില്ല. ഇങ്ങനെയാണ് സുന്നത്തി ജമാഅത്തിന്റെ അഹ്ലുകാര് വിശ്വസിക്കേണ്ടത് എന്നും ഇതിന് എതിരുള്ള വാദങ്ങളാണ് ഖദരിയാക്കൾ, മുഅ്തസിലുകൾ പോലത്തെ ഖവാരിജുകൾ പോലത്തെ ബിദഈകൾ കൊണ്ടുവന്നത്. അവർ കൊണ്ടുവന്ന അതേ ഹദീസ് കൊണ്ടും അതേ ഖുർആൻ വാക്യങ്ങളും അതേ തെളിവുദ്ധരിച്ചുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ മറുപടി കൊടുക്കുന്നു. അവർ മിണ്ടാട്ടം നിൽക്കുകയാണ്. ഇനി അവർക്ക് മറുപടിയില്ല. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് മാ അസ്വാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ് വമാ അസാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക. ഇതെന്താ? അപ്പോൾ ഖദരിയാക്കള് അല്ലെങ്കിൽ ബിദ്അത്തുകാർക്ക് ലക്ഷ്യം പിടിക്കല് ഏതുകൊണ്ട്? മാ അസ്വാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ്, നിനക്ക് വല്ല നല്ല കാര്യം കിട്ടൊക്കെ അള്ളാഹുവിൽ നിന്നാണ്. വമാ അസാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക, നിനക്ക് വല്ല മോശവും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിന്റെ നഫ്സിൽ നിന്നുമാണ് എന്നതാ. ഈ ഒരു ആയത്ത് കൊണ്ട് പിടിച്ചിട്ട് ലക്ഷ്യം പറയുന്നത് നല്ലതേ അള്ളാഹുവിൽ നിന്നുള്ളൂ, ഷർറ് ഷിർക്കിൽ നിന്നുമാണ് എന്ന് പറയുന്നു. ഇത് ഫഖദ് റദ്ദ അലൈഹിം അഹ്ലു സുന്നത്തി ബിമാ ഹുവ മഅറൂഫൻ. ഇതിന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അറിയപ്പെട്ട രീതിയിലൊക്കെ റദ്ദ് ചെയ്തിട്ടുമുണ്ട്. ആ വാദം പൊളിച്ചു വിട്ടിട്ടുണ്ട്. അത് മുമ്പത്തെ പേജിലൂടെ നമ്മുടെ ക്ലാസുകളിലൂടെ നമ്മൾ കേട്ടതാണ്. അതിവിടെ പറയേണ്ടതില്ല. അപ്പൊ ഈ ആയത്തിലും അവർക്ക് തെളിവെടുക്കാൻ യാതൊരു ന്യായവുമില്ല. എങ്കിൽ ഖാൽ ഇമാമുൽ ബഗവിയോ, മറ്റൊരു വലിയൊരു പണ്ഡിതനാണ് ബഗവി മതങ്ങൾ. മഹാൻ പറയുന്നു വഇൻ ഖീല കൈഫ വജുൽ ജംഇ ബൈന ഖൗലിഹി തആല ഖുൽ കുല്ലും മിൻ ഇൻദില്ലാഹ് വബൈന ഖൗലിഹി ഫമിൻ നഫ്സിക. നല്ലൊരു ചോദ്യമാണ്, മനസ്സിലാക്കണേ. ഫമിൻ നഫ്സിക എന്ന് അള്ളാഹുവിന്റെ വാക്ക്, ഖുൽ കുല്ലും മിൻ ഇൻദില്ലാഹ് എന്നും അള്ളാഹിന്റെ വാക്ക്. ഈ രണ്ടും വാക്കുകളും വൈരുദ്ധ്യമല്ലേ? ഖുർആനിലെ വചനങ്ങൾ എതിരില്ലല്ലോ, പക്ഷെ ഇവിടെ എതിര് വരുന്നില്ലേ? എതിര് വരാതിരിക്കുവാൻ ഇത് രണ്ടും സംയോജിപ്പിക്കുകയും വേണം. എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളത് എന്ന് നബിയെ പറയൂ. ഇവിടെ പറയുന്നു സിർട്ടിനോട് സിർട്ടിയുടെ ശരീരത്തിൽ നിന്നുള്ളതാണ് എന്നും പറയുന്നു. ഇത് എങ്ങനെയാണ് യോജിക്കുക എന്ന് ചോദിക്കപ്പെട്ട് കഴിഞ്ഞാൽ മറുപടി കൊടുക്കണ്ടേ? ഖീല, പറയപ്പെട്ടു, ഖൗലുഹു കുല്ലും മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിന്റെ വാക്കാവുന്ന കുല്ലും മിൻ ഇൻദില്ലാഹ് എന്ന വചനം അതിന്റെ അർത്ഥം എന്താ? അയൽ ഖിസ് വൽ ജദ്ബു വൽ നസ്ർ വൽ ഹസീമ, ക്ഷാമം, വറം, ക്ഷേമം, സഹായം, ഇതുപോലത്തത് മുഴുവനും കുല്ലുഹാ മിൻ ഇൻദില്ലാഹ്, അത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതാണ് എന്നതാണ്. കുല്ലു കൂട്ടുമ്പോ എല്ലാം പെട്ടു. പിന്നെ ഇപ്പൊ വമിൻ നഫ്സിക എന്നുള്ള ആയത്തിന്റെ അർത്ഥല്ലേ അത്? ഐ മാ അസാബക, നിനക്ക് വല്ലതും മോശമായി എത്തിയിട്ടുണ്ടെങ്കിൽ ആ എത്തിയതൊക്കെ ഉത്തരവാദി നീയ. എന്ത് കാരണം? ഫമിൻ ദമ്മി നഫ്സിക, നിന്റെ ശരീരം ചെയ്ത തെറ്റ് കാരണമാണ് അങ്ങനെ എത്തുന്നത്. ഉഖൂബത്തല്ലക, നിനക്കുള്ള ശിക്ഷയായിട്ടാണ് എന്നല്ലാതെ നീ സൃഷ്ടിക്കുന്നതാണ്, നിന്നിൽ നിന്നാണ് ഷർറുണ്ടാവുന്നത് എന്നല്ല. ഇങ്ങനെ ആയത്തിനെ ശരിക്കും മനസ്സിലാക്കി അർത്ഥം വെക്കണം. അള്ളാഹുവിന്റെ ചുരുക്ക വചനങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുവാൻ കഴിയുന്ന പണ്ഡിതന്മാരൊക്കെ വ്യാഖ്യാനിക്കാൻ കഴിയും. ബിദ്അത്തുകാർ വ്യാഖ്യാനിച്ചാൽ പിഴച്ചു പോകും. സുന്നത്തി ജമാഅത്തിന്റെ അഹ്ലുകാർ വ്യാഖ്യാനിച്ചാൽ യാതൊരു കുഴപ്പമില്ല. ഫമിൻ നഫ്സിക്കയുടെ അർത്ഥം എന്താ മനസ്സിലായത്? ഫമിൻ നഫ്സിക്ക എന്ന് പറഞ്ഞ ചുരുങ്ങിയൊരു വചന. അതിന്റെ അർത്ഥം നിനക്ക് നിന്റെ ശരീരത്തിൽ നിന്ന് വന്നത്, നിനക്ക് മോശമായി കിട്ടിയത് നീ ചെയ്ത തെറ്റ് കാരണമായി ശിക്ഷയായിട്ടാണ് എന്നായി അർത്ഥം. അപ്പൊ ഖൽഖ് അള്ളാന്റെ കയ്യിലേക്ക് പോയി. അവിടെ അധികാരം അള്ളാഹ്ക്ക് എന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഖൽഖ് അള്ളാഹുവിലേക്ക് ചേർത്തു. അപ്പൊ ഷർ അള്ളാഹുവിന് വരാം, അതിന് യാതൊരു കുഴപ്പമില്ലല്ലോ എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഏതുപോലെ കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് അയ്ദീകും എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് വല്ല മുസീബത്തും എത്തിയിട്ടുണ്ടെങ്കിൽ ആ എത്തിയ മുസീബത്തൊക്കെ ഫബിമാ കസബത് അയ്ദീകും, നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് തെറ്റുകൊണ്ട് മാത്രമാണ്, അല്ലാതെ നിങ്ങൾ സൃഷ്ടിച്ചതാണ് മുസീബത്ത് എന്നല്ല. അത് കാരണമായി അള്ളാഹു നിങ്ങളെ മുസീബത്തിലാക്കി എന്ന് മനസ്സിലാക്കുക. ഇത് ആയത്തിൽ വ്യക്തമല്ലേ? സ്പഷ്ടമാണല്ലോ.
ഈ ആയത്ത് പറഞ്ഞത് യദുല്ലു അലൈഹി, ഈ പറഞ്ഞതിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. മാ റവാ മുജാഹിദുൻ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, മുജാഹിദ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത കാര്യം ഈ പറഞ്ഞത് ശരിയാണ് എന്നതിന് മേൽ അറിയിക്കുന്നുണ്ട്. ആയത്തിന് വ്യാഖ്യാനം ഹദീസല്ലേ. എന്താണത്? അന്നഹു ഖറഅ, ബഹുമാനപ്പെട്ടവർ ഓതി, വമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക വഅന കതബ്തുഹാ അലൈക എന്നുള്ളതാണ്. നിനക്ക് വല്ല മോശവും എത്തിയിട്ടുണ്ട് എങ്കിൽ അത് നിന്റെ നഫ്സിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ വഅന കതബ്തുഹാ അലൈക, അത് നിന്റെ മേൽ ഞാൻ നിശ്ചയിച്ചു വെച്ചതാണ് എന്നാണ്. വഖാല ബഅദുഹും, ചില പണ്ഡിതന്മാര് പറഞ്ഞു, ആദിഹിൽ ആയത്തു മുതഅല്ലിഖത്തുൻ ബിമാ ഖബലഹാ, ഈ ആയത്തിന്റെ മുമ്പൊരായത്തുണ്ട്, അതുമായി ബന്ധിച്ചതാണ് ഈ ആയത്ത്. വൽ ഖൗലു ഫീഹാ, അപ്പോൾ ഇതിലുള്ള വാക്ക് മുദ്മറുൻ, മറക്കപ്പെട്ടതാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ വ്യാഖ്യാനമുണ്ട്. മുമ്പുള്ള ആയത്തുമായി ബന്ധിച്ചതാണ് ഈ ആയത്ത്. പിന്നെ ഈ ആയത്തിലുള്ള സംസാരിക്കുന്നത് മറക്കപ്പെട്ടതാണ്. മറക്കപ്പെടുമ്പോൾ പുറത്തു കൊണ്ടുവരണം. പുറത്തു കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? തഖ്ദീർ സങ്കല്പിക്കണം. തഖ്ദീറുഹു, അതെങ്ങനെ സങ്കല്പിച്ച് കാണിച്ചു തരിക? ഫമാലി ഹഉലാഇൽ ഖൗമി ലാ യകാദൂന യഫ്ഖഹൂന ഹദീസൻ യഖൂലൂന മാ അസാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ് വമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക ഖുൽ കുല്ലും മിൻ ഇൻദില്ലാഹ് എന്ന് പറയണം. ഫമാലി ഹഉലാഇൽ ഖൗമി, ഈ സമുദായത്തിന് എന്താണ്? ലാ യകാദൂന യഫ്ഖഹൂന ഹദീസൻ, അവരെന്താണ്? ഒരു ഹദീസിനെ മനസ്സിലാക്കാൻ അടുക്കയാകുന്നില്ല. യഖൂലൂന, അവർ പറയുകയാണ്, മാ അസാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ്, നിനക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ, നല്ലത് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന്. വമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക, നിന്റെ ശരീരത്തിന് മോശമായി വല്ലതും എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ശരീരത്തിൽ നിന്നുള്ളതാണ് എന്നും. ഖുൽ, നബി അങ്ങ് പറയണം, കുല്ലും മിൻ ഇൻദില്ലാഹ്, എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെയാണ് ഒരു വ്യാഖ്യാനം എന്ന് ചില പണ്ഡിതന്മാര് പറയുന്നു. ആയത്ത് തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളത് സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നു. പിന്നെ വന്ന മോശം ഇങ്ങനെയൊക്കെയാണ്. അപ്പോ ആ ആയത്ത് മുമ്പുള്ള ആയത്തുമായി ബന്ധിച്ച രീതിയും അതിൽ മറക്കപ്പെട്ട രീതിയും സങ്കല്പിച്ചുകൊണ്ട് വിശദീകരിച്ച് തന്നു. വദഹബ ഇലാ ഹാദൽ വജ്ഹി, ഈ പറഞ്ഞ ന്യായത്തിലേക്ക് പോയി. വജസമ ബിഹി, ഇതുകൊണ്ട് ഉറപ്പിച്ച് പറയുകയും ചെയ്തു. ആര്? ഹുജ്ജത്തുൽ ഇസ്ലാം വസ്സാരി റഹ്മത്തുള്ളാഹി തങ്ങൾ ഈ പറഞ്ഞ ന്യായത്തെ അംഗീകരിച്ചുകൊണ്ട് അതുകൊണ്ട് ഉറപ്പിച്ച് പറഞ്ഞു. എവിടെ? ഫീ കിതാബി തിലാവത്തി ഇഹ്യാ, ഇഹ്യാ എന്ന് പറയുന്ന കിതാബില് തിലാവത്ത് ഓത്തിന്റെ ഭാഗം പറയുന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ചർച്ചയിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. നിശ്ചയമായിട്ടും മഹാൻ പറഞ്ഞു, വൽ വജ്ഹു സാനി, രണ്ടാമത്തെ ഈ ന്യായം തഫ്സീർ ഖുർആൻ ബിൽ അറബിയ്യത്തി من غير استظهار بالسماع والنقل بما فيما يتعلق بغرائب القرآن, വിശുദ്ധമായിരിക്കുന്ന ഖുർആന്റെ അത്ഭുതങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നഖല്, ഉദ്ധരണി, സമാ, കേൾവി, ഇത്തരം കാര്യങ്ങളെ കൊണ്ട് വെളിവാക്കൽ ഇല്ലാതെ അറബി പദങ്ങളുമായി മനസ്സിലാക്കുമ്പോൾ അതിനെന്ത് കിട്ടുന്നുവോ അതുമായി വിശുദ്ധമായിരിക്കുന്ന ഖുർആനെ വ്യാഖ്യാനിക്കുക എന്നതിലേക്ക് ഉളരുക എന്നുള്ളതാണ് രണ്ടാമത്തെ ന്യായം. വമാ ഫീഹി, അതിലുള്ളതായ ഒന്ന്, അതിലെന്തൊക്കെയുണ്ട്? മിനൽ അൽഫാദിൽ മുബ്ഹമത്തി വൽ മുബ്തലത്തി, മൂടിക്കിടക്കുന്ന പദങ്ങൾ അതിലുണ്ട്. അതുപോലെ പകരമാക്കപ്പെടുന്ന പദങ്ങളും അതിലുണ്ട്. വമാ ഫീൽ ഇഖ്തിസാരി, ചുരുക്കുക എന്നുള്ളതും അതിലുണ്ട്. വൽ അദ്ഫി, കളയുക. വൽ ഇദ്മാരി, മറക്കുക. വത്തഖദീമി, മുദ്ദിക്കുക. വത്തഖീരി, പിന്തിക്കുക. ഇങ്ങനെയെല്ലാം ഇതിലുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുക. ഇതൊക്കെ ഉണ്ട് ഇതില്. അതിനെല്ലാം മനസ്സിലാക്കി എടുക്കുന്നവർക്കല്ലേ അത് കഴിയൂ. തഫ്സീർ, അപ്പൊ തഫ്സീറിന്റെ ലാഹിറിനെ വിധിക്കാത്തവൻ, തഫ്സീറിന്റെ ലാഹിർ, തഫ്സീറിനെ മനസ്സിലാക്കാത്തവൻ അർത്ഥം. അങ്ങനെ വിധിക്കാത്തവൻ എന്താകും? അറബിയ, അങ്ങനെ സ്വന്തം അറബി മനസ്സിലാക്കിയിട്ട് അത്തരം കാര്യങ്ങളെ കൊണ്ട് ആശയത്തെ ഉണ്ടാക്കി തീർക്കും. ഇങ്ങനെ ആശയത്തെ ഗവേഷണം ചെയ്തുകൊണ്ട് അതിലേക്ക് വേഗം വരും. അങ്ങനെ വരുമ്പോൾ കസുറ വലതുഹു, പിഴവുകൾ അധികരിച്ചു വരും. അതാണ് ബിദ്അത്തുകാർ ചെയ്യുന്നത്.
തഫ്സീർ മനസ്സിലാക്കാതെ, അതുപോലെ എങ്ങനെയാണോ സമാഅ്, എങ്ങനെയാണോ നഖല്, ഇതൊന്നും മനസ്സിലാക്കാതെ വെറും അറബി ബന്ധപ്പെട്ടുകൊണ്ട് അറബിന്റെ അർത്ഥം ഇങ്ങനെയല്ലേ, അതിൽ ഇന്നതൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വെറും അറബി അർത്ഥം വെച്ചിട്ട് ഖുർആനെ വ്യാഖ്യാനിക്കാം. ഇങ്ങനത്തെ വ്യാഖ്യാനം കൊണ്ട് വളരെ പിഴവുകൾ സംഭവിക്കും. അതാണ് ബിദ്അത്തുകാർ ചെയ്യുന്നത്. സുന്നത്ത് ജമാഅത്ത് നഖലും സമാഅൊക്കെ എടുത്തിട്ട് അതിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് വിശദീകരിക്കുന്നത്. അങ്ങനെ സ്വന്തം അഭിപ്രായ പ്രകാരം വിശുദ്ധമായിരിക്കുന്ന ഖുർആനെ വ്യാഖ്യാനിക്കുന്ന വിഭാഗത്തിൽ ഇത്തരം ആളുകൾ അകപ്പെട്ടു പോയി. അതാണ് ഇവിടത്തെ ബിദ്അത്തുകാർക്ക് പിടഞ്ഞത്. അപ്പൊ ആ ബിദ്അത്തുകാരിലേക്ക് നമ്മൾ പോവണ്ട. നമ്മൾ വിശുദ്ധമായിരിക്കുന്ന ഖുർആനെ മുഫസ്സിറുകൾ എങ്ങനെ വിശദീകരിച്ചുവോ ആ രീതിയിൽ വിശദീകരണം നമ്മൾ മനസ്സിലാക്കിയെടുത്ത് അതുപോലെ പോവുകയാണ് നമുക്ക് വേണ്ടത് എന്നാണ് മഹാനവറുകൾ ഇത്രയും ഉദ്ധരിച്ച കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് തൽക്കാലം ഈ കിതാബിന്റെ ഈ ചർച്ച അവിടെ നിർത്തട്ടെ. ബാക്കി നമുക്ക് തുടരാം. ഇനി നമുക്ക് പറയാനുള്ളത് വിശുദ്ധമായിരിക്കുന്ന ഖുർആന്റെ മഹാത്ഭുതങ്ങളുള്ളതായ പദങ്ങളുണ്ട്, ഒരേമായി ആർക്കും തിരിയാത്തതുണ്ട്. അത്തരം കാര്യങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും, എന്താണ് അതിന് വേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഖുർആനെ വ്യാഖ്യാനിച്ചാൽ വരുന്ന അപകടം എന്തൊക്കെ, ഇൻഷാ അല്ലാഹ് അതാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള. സ്വയം അഭിപ്രായ പ്രകാരം വ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സ്വയം വ്യാഖ്യാനം കൊണ്ടാണ് ഈ ബിദ്അത്തുകാരൊക്കെ പയച്ചത്. അപ്പൊ നമ്മൾ കഴിച്ചതായി അൽഹംദുലില്ലാഹ് നമുക്കൊരു പാരമ്പര്യമുണ്ട്. നമ്മുടെ ഖുർആന്റെ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചു തന്നു. തിരുനബിയിൽ നിന്നും തിരുനബിയിൽ സ്വഹാബത്ത് മുഖേന താബിഈകൾ ഇങ്ങനെ കേട്ട് മനസ്സിലാക്കി ഉദ്ധരിച്ചു തന്നതനുസരിച്ച് വ്യാഖ്യാനിച്ചത് കൊണ്ട് നമ്മൾ പിഴക്കാതെ പോയി. ആ വ്യാഖ്യാനമാണ് ഇവിടെ നൽകിയത്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് ഖൈർ നൽകട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നും പ്രതികരണം എന്തൊക്കെയാണെങ്കിൽ അറിയിക്കണമെന്നും തെറ്റ് തിരുത്തി തരണമെന്നും വിനയത്തോടുകൂടി അപേക്ഷിച്ചുകൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.